ഇത് ഈ ഒരു സ്റ്റോറിയുടെ അവസാന ഭാഗമാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്തവർ കേൾക്കാൻ ശ്രമിക്കുക. വൈകുന്നേരമായപ്പോൾ തന്നെ ഇല്ലത്തെ അമ്പലത്തിൽ നിന്നും താളമേളങ്ങളുടെ ആഘോഷരാവിന് തുടക്കമിട്ട ശബ്ദം ഞാൻ എൻ്റെ ചെവിയിൽ കാതോർത്തു. എന്തോ ചിന്തയിൽ മുഴുകി നിന്ന് എന്നെ ഇല്ലത്തെ കാര്യസ്ഥൻ വന്ന് തോണ്ടി വിളിച്ചു. വരുന്നില്ലേ, അമ്പലത്തിൽ നിന്ന് താലപ്പൊലി ഇറങ്ങാറായി, ദാ വരുന്നു എന്നയാളോട് പറഞ്ഞിട്ട് മുറിയിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്നും മുടിയൊന്ന് ചീകി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. താര ഗൗരിക്കൊപ്പം നേരത്തെ അമ്പലത്തിലെത്തിയിരുന്നു. ഞാൻ ക്ഷേത്രത്തിലെ നടവഴിയിലേക്ക് നടന്നു. നാട്ടിലെ പോലെ തന്നെ ഒരു കാവും പിന്നെ അതിന് തൊട്ടപ്പുറത്തായി ഒരു കുഞ്ഞു ക്ഷേത്രവും. ഞാൻ ചെല്ലുമ്പോൾ തന്നെ വിളക്ക് കൈപ്പിടിച്ച് സെറ്റ് സാരി ഉടുത്ത് നല്ല സുന്ദരിക്കുട്ടിയായി നിൽക്കുന്ന താരയാണ് ഞാൻ കാണുന്നത്. അവളുടെ ആ കുഞ്ഞു നെറ്റിയിൽ ഞാൻ വരച്ച സിന്ദൂരക്കുറിയും അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തറിയുന്നുണ്ട്. വിളക്കിന്റെ പ്രകാശത്താൽ അവളുടെ മുഖം കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. ഞാൻ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ ഇല്ലത്തെ കാര്യസ്ഥൻ ഒരു കുപ്പിൽ നിറച്ച് എണ്ണ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. മോനെ, ഇത് താലത്തിലെ എണ്ണ തീരുമ്പോൾ ഒഴിച്ചു കൊടുക്ക്. ചേട്ടാ, ഇത് ഇയാൾക്ക് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ പോരെ, എന്തിനാ വെറുതെ എൻ്റെ കൈ കൊണ്ടു തരുന്നേ? ഞാൻ പിറുപിറുത്തുകൊണ്ട് അരികിലായി മാറി നിന്നു. താലം കഴിഞ്ഞ് ഇല്ലത്തെത്തിയപ്പോൾ സമയം ഒരുപാട് കഴിഞ്ഞിരുന്നു. ഞാൻ ഗൗരിയും താരയും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു സൈഡിലായി മാറി നിന്നു. നിങ്ങൾ നാളെ പോകുകയാണോ? പെട്ടെന്ന് ഞാൻ അവിടേക്ക് ശ്രദ്ധിച്ചതും അത് ഗൗരിയായിരുന്നു. ഞാൻ ആ സമയം ഒരു പുഞ്ചിരിയോടെ തലയാട്ടി. അതേ ആ സമയം തന്നെ താര എന്നെ നോക്കി. അവളുടെ മുഖത്ത് സന്തോഷവുമല്ല സങ്കടവുമല്ല ഒന്നുമല്ലാത്തൊരു ഭാവം. ആ മുഖം എനിക്കറിയാം. കുറച്ച് ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ എങ്കിലും അവൾ എൻ്റെ ഭാര്യയല്ലേ. അപ്പോ ഞാൻ താലി കെട്ടിയ പെണ്ണിന്റെ മുഖം കണ്ട എനിക്ക് മനസ്സിലാവുമല്ലോ. അവൾക്ക് പോകാൻ താല്പര്യമില്ല. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ ഇല്ലം, ഇവിടുത്തെ ആൾക്കാർ അതൊക്കെയാണോ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടുന്ന് പോകണ്ട, ചേച്ചിയും ചേട്ടനും ഉള്ളപ്പോൾ എന്ത് രസമാണെന്നറിയോ. നിങ്ങൾ പോയാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാവില്ലേ? ഗൗരിയുടെ നിഷ്കളങ്കമായ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ താരയുടെ കണ്ണുകൾ നിറഞ്ഞു. താരയുടെ ഇവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ഗൗരി. അവൾ ഗൗരിയെ ഒരു നിമിഷം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ തലമുടിയിൽ ഒന്ന് തഴുകി. ചേച്ചി നാളെ പോകും, മോള് ഹാപ്പിയായിട്ടിരിക്കണം. അത് പറയുമ്പോൾ അവൾ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അത്. അന്ന് രാത്രിയിൽ താലവും വിളക്കുമെല്ലാം കഴിഞ്ഞ് മുറിയിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കരയുന്ന താരയാണ് ഞാൻ കണ്ടത്. ആ സമയം എനിക്ക് അവളോടൊന്നും പറയാൻ തോന്നിയില്ല. ഒരുപക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ എന്തായാലും ഇവിടുന്ന് പോയേ മതിയാകൂ. ഞാൻ ആ ബെഡിൽ ഒന്ന് നടു നിവർത്തി. ഒരുപാട് നടന്നതും നിന്നതുമല്ലേ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ മുറിയിലെ വാതിൽ ആരോ മുട്ടുന്നൊരു ശബ്ദം. താര പെട്ടെന്ന് കണ്ണു തുടച്ച് വാതിൽ തുറന്നു. അതില്ലാത്ത കാര്യസ്ഥനായിരുന്നു. അതെ, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, രണ്ടുപേരും വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കിടക്ക്. ഇന്ന് അവസാനത്തെ ദിവസം, ഇല്ലത്തെ അവസാനത്തെ അത്താഴം. ഇനി ഇങ്ങനൊരു മൊമെന്റ് എൻ്റെ ജീവിതത്തിൽ വന്നു ചേരില്ല. ഒട്ടും അറിയാത്തൊരിടം, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറച്ചു പേർ ചുറ്റും. ഞാൻ എൻ്റെ പഴയ ജീവിതം ഒന്ന് ആലോചിച്ചു നോക്കി. മരുഭൂമിയിൽ ഒരിറ്റു വെള്ളത്തിനായി ദാഹിച്ച എനിക്ക് ഒരു പുഴ തന്നെ കാട്ടിത്തന്ന ദൈവം. അതാണ് ഒരുപക്ഷെ ഈ യാത്ര എന്നെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യസ്തമാക്കിയത്. ഞാൻ താരയെ ഒപ്പം കൂട്ടി ഭക്ഷണം കഴിക്കാൻ അവിടേക്ക് പോയി. ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇന്നെന്നുമില്ലാത്തൊരു ടേസ്റ്റ്. ചിലപ്പോ എല്ലാം അവസാനിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ചില മായജലങ്ങൾ നമ്മുടെ പ്രകൃതിയിലുമുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതുവരെ താരയുടെ മുഖത്തുണ്ടായിരുന്ന വിഷമം പകുതിയും കുറഞ്ഞു. അവൾ എല്ലാവരോടും നല്ല ഹാപ്പിയായി സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുമ്പോൾ മുഖത്ത് വല്ലാത്തൊരു കോൺഫിഡൻസ്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഒരു മാറ്റം. എല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് കയറുമ്പോൾ ഇല്ലമ്മ എൻ്റെ മുഖത്തൊരു ദയനീയ ഭാവത്തോടെ നോക്കി. നിങ്ങൾ നാളെ പോകുന്നുണ്ടോ? ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് തലയാട്ടി. നാളെ നിങ്ങൾ പോയാ പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരുമോ? ആ നിമിഷം താര എൻ്റെ തൊട്ടരികിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ശേഷം ഞാൻ ഒരുപാട് സന്തോഷത്തോടെ മറുപടി പറഞ്ഞു, വരാം, എപ്പോഴെങ്കിലും ഇവിടെ വരാം. ഈ വീടും ഇല്ലമ്മയും ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അത് പറയുമ്പോൾ താരയുടെ മുഖത്തൊന്നുമല്ലാത്തൊരു ഭാവമായിരുന്നു. ഇല്ലമ്മ ഒരു നിമിഷം താരയുടെ മുടിയിൽ ഒന്ന് തലോടി. എന്നാ നിങ്ങൾ പോയി കിടന്നുറങ്ങും പിള്ളേരെ, നാളെ രാവിലെ പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഇല്ലമ്മ അകത്തേക്ക് കയറിപ്പോയി. മുറിയിലെത്തിയതും താര, എന്തിനാ പാവത്തിനെ വെറുതെ ഇങ്ങനെയിട്ട് പറ്റിക്കുന്നേ? നമുക്ക് രണ്ടുപേർക്കും അറിയാലോ ഇനി ഇങ്ങോട്ടൊരു വരവില്ല എന്ന്. ഒരാൾക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പിന്നെ പിന്നെ ഞാൻ എന്ത് പറയണം? നമ്മൾ തമ്മിലൊരു ബന്ധമില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല എന്ന് പറയണോ? എന്റെ ചോദ്യത്തിന് അവൾക്കും മറുപടിയില്ലായിരുന്നു.
പോകാനുള്ള തയ്യാറെടുപ്പുകൾക്കായി അവൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ കവറിൽ മടക്കി വെക്കുന്നു. നാളെ പോയാൽ നമ്മൾ തമ്മിൽ ഇനി എപ്പോഴെങ്കിലും കാണുമോ? അവളുടെ ആ ചോദ്യത്തിന് എനിക്കും മറുപടിയില്ലായിരുന്നു. കാണാതെ ഇരിക്കട്ടെ, അതല്ലേ രണ്ടുപേർക്കും നല്ലത്. എത്ര സിമ്പിളായിട്ടാണ് നിങ്ങൾ ഈ കാര്യം പറയുന്നത്. നിങ്ങൾക്കൊരു വിഷമം തോന്നില്ലേ? വിഷമങ്ങളും പ്രയാസങ്ങളും അത് ഞാൻ ഒരുപാട് അനുഭവിച്ചതാണോ? അതൊരു പക്ഷേ തനിക്ക് പറഞ്ഞു മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരു തുള്ളി വെള്ളത്തിനും ഒരു നേരത്തെ ഭക്ഷണത്തിനും മറ്റൊരാളുടെ മുന്നിൽ യാചിച്ച് പൊള്ളുന്ന വെയിലത്ത് കന്നുകാലികൾക്കൊപ്പം കിടന്നവന് എവിടെയാണ് ഇങ്ങനത്തെ തോന്നലുകൾ? ഈ യാത്ര ഒരു സ്വപ്നം പോലെ നമുക്ക് മറക്കാം. ഞാനത് പറയുമ്പോൾ അവൾ എന്നെ ഒന്ന് തുറിച്ചു നോക്കി. അവൾ ബെഡ്ഷീറ്റ് എടുത്ത് താഴെ വിരിച്ച് കിടന്നു. പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ആ രാത്രി കടന്നുപോയി. രാവിലെ ഉറക്കമുണരുമ്പോൾ എൻ്റെ നെഞ്ചിലെന്തോ ഒരു ഭാരം പോലെ. ഇന്ന് യാത്ര തിരിക്കുകയാണ്, എല്ലാം മറന്ന് പുതിയൊരു ലോകവുമായി. താരെ കുളിക്കഴിഞ്ഞ് ഡ്രസ്സ് മാറി റെഡിയായി വന്നു. രാവിലെ 8 മണിക്ക് തന്നെ ഇവിടുന്ന് ഇറങ്ങണം. അധികം കാത്തു നിന്നില്ല. ഞാനും പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളെ യാത്രയാക്കാൻ ഇല്ലത്തെ എല്ലാ ആൾക്കാരും ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരു വിഷമഭാവം. ഇല്ലമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്തോ കയ്യിൽ കരുതിയിട്ടുണ്ട്. അത് താരയുടെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ ഇനി എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? കാര്യസ്ഥന്റെ ആ ചോദ്യത്തിന് ഞാനാണ് മറുപടി പറഞ്ഞത്. വരണമല്ലോ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനത് പറയുമ്പോൾ താരയുടെ മുഖത്തൊന്ന് ശ്രദ്ധിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. ഇനി ഇവിടെ നിന്നാൽ ഒരു കൂട്ടക്കരച്ചിന് സാക്ഷിയാകും എന്നതുകൊണ്ട് ഞാൻ താരയെ വിളിച്ച് യാത്രയായി. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്. ഇല്ലത്തുനിന്ന് കിട്ടിയ ഒരു ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ രണ്ടുപേരും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അതെ, നമ്മൾ പിരിയുകയാണോ? അതെന്താ താൻ അങ്ങനെ ചോദിച്ചേ? തനിക്കറിയില്ലേ നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളുമൊക്കെ? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിന്നത്. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ സ്വപ്നമാണെന്ന് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. പറ്റുമെങ്കിൽ ഈ കഴുത്തിൽ കെട്ടിയ താലി അത് നിങ്ങൾ തന്നെ അഴിച്ചെടുത്തോളൂ. അല്ലെങ്കിൽ ഇതെന്റെ മനസ്സിനെ വീണ്ടും വീണ്ടും കുത്തി കുത്തി നോവിക്കും. അവൾ പറഞ്ഞ ആ സമയം തന്നെ ഞാൻ ആ താലി അഴിക്കാനായി മഞ്ഞച്ചരന്റെ ആ കെട്ടിലേക്ക് സ്പർശിച്ചു. ആ നിമിഷം താരെ അവളുടെ കണ്ണുകൾ മുറുകെ അടച്ചു. എന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മനസ്സതിന് അനുവദിക്കാത്തതുപോലെ. ഞാൻ ആ ചരളിൽ നിന്ന് കൈകളെടുത്ത് താരയുടെ കവിളിൽ ഒരു ചുംബനം കൊടുത്തു. എടോ, ഞാനും അമ്മയും മാത്രമുള്ളൊരു കുഞ്ഞു വീടാണ് എൻ്റേത്. ഞാൻ തന്നെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങൾക്കൊപ്പം. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിമിഷം തന്നെ എൻ്റെ നെഞ്ചിലേക്ക് അവൾ ചാഞ്ഞു. ഞാൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു.